നമ്മൾ വെയ്റ്റ്സ് റൂൾ ഓൾറെഡി എടുത്തതാണ്. നമ്മൾ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ മറ്റേ ക്ലോസ് ആണോ നിഡ് ആണോ അരാക്കിനാണോ എന്ന് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ കണ്ടുപിടിച്ച ക്ലോസ് ആണെങ്കിൽ n+1 സ്കെൽറ്റൽ ഇലക്ട്രോൺ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ആയിരിക്കും. ഇനി അതേസമയം അതിൻ്റെ വെർട്ടിസസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് n ആയിരിക്കും. അതുപോലെ ക്ലോസോൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഒരു ബോറൈനായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിനെ, അങ്ങനെയാണെങ്കിൽ എല്ലാ കോർണറിലും ബോറോൺ ആറ്റം വന്ന പോലത്തെ ഒരു സ്ട്രക്ചറാണ് ക്ലോസോയ്ക്ക് കിട്ടാൻ. ഫോർമുല BnHn2- അല്ലെങ്കിൽ BnHn+2 എന്ന് പറയാം. n+1 സ്കെൽറ്റൽ ഇലക്ട്രോൺ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ആണ് നമുക്ക് കിട്ടിച്ചാൽ അത് ക്ലോസോ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു, അറൈവ് ചെയ്യുന്നു. അതുപോലെ നിഡോ ആണെങ്കിൽ n+2 സ്കെൽറ്റൽ ഇലക്ട്രോൺ പെയർസ് ആയിരിക്കും. അതിൻ്റെ വെർട്ടിസസ് n-1 ആയിരിക്കും. എല്ലാ വെർട്ടിസസും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു വെർട്ടിസസിൽ നിന്ന് മാത്രം ബോറോൺ ആറ്റം റിമൂവ് ചെയ്തു, ബാക്കി എല്ലാ വെർട്ടിസസിലും ബോറോൺ ആറ്റം ഉണ്ട്. അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ്. അതിൽ എന്താണ് BnHn4-. അതുപോലെ അരാക്കിനോ എന്ന് പറയുമ്പോൾ n+3 സ്കെൽറ്റൽ ഇലക്ട്രോൺ പെയർസ് ആയിരിക്കും ഉണ്ടാവുക. n-2 വെർട്ടിസസ്, 2 വെർട്ടെക്സിൽ നിന്ന് ബോറോൺ ആറ്റം റിമൂവ് ചെയ്ത പോലെ. ഹൈപ്പോ ആണെങ്കിൽ n+4 സ്കെൽറ്റൽ ഇലക്ട്രോൺസും n-3 വെർട്ടിസസും നമ്മൾ ഓൾറെഡി എടുത്തതാണ്. അപ്പോൾ ഇതാണ് വെയ്റ്റ്സ് റൂൾ എന്ന് പറയുന്നത്. അതുപോലെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസും ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ പോളിഹെഡ്രൽ ഇലക്ട്രോൺസും ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് വെയ്ഡ്-മിങ്കോസ്-ലോഹർ റൂൾ എന്ന് പറയുന്നത്. വെയ്റ്റ്സ് റൂളിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിതിൽ പഠിച്ച പോലെ ബൊറൈൻസിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് PEC നമ്മൾ പോളിഹെഡ്രൽ ഇലക്ട്രോൺ കൗണ്ട് നമ്മൾ നോക്കിയിട്ടുള്ള കോറിലേഷൻ ഇതായിരുന്നു. നമുക്കൊന്നെങ്കിൽ 14n+2 വെച്ചിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ n+1 വെച്ച് കണ്ടുപിടിക്കാം. നമ്മളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ വരുന്നതാണ് ക്യാപ്പിംഗ് റൂൾ എന്ന് പറയുന്നത്. ക്യാപ്പിംഗ് റൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ PEC, അതായത് പോളിഹെഡ്രൽ ഇലക്ട്രോൺ കൗണ്ട് <n ആവുന്ന കേസിൽ എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്. <n ആവുമ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതിൽ പറയുന്നുണ്ട്. In such cases, one or more metal atoms are placed over the triangular face of the basic polyhedron. അപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വരുമ്പോൾ ആ എക്സ്ട്രാ മെറ്റൽ എന്ന് പറയുന്നത് ഈ പോളിഹെഡ്രൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ആറ്റം ഉള്ളതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ അങ്ങനെ അതായത് ഓവർ ദ ട്രയാങ്കുലർ ഫേസ് ആയിട്ട് നിൽക്കുന്നത്, പോളിഹെഡ്രൻ എന്ന് പറയുമ്പോൾ കുറേ ഫേസസ് ഉണ്ടാവില്ല, ട്രയാങ്കുലർ ഫേസസിന് ഓവറായിട്ട് നിൽക്കുന്ന, മേലായിട്ട് നിൽക്കുന്ന പോലെ ആറ്റം വരുമ്പോഴാണ് നമ്മൾ അതിനെന്താ പറയുക? ക്യാപ്പിംഗ് ആറ്റം എന്ന് പറയാം. അപ്പോൾ അതാണ് ക്യാപ്പിംഗ് റൂൾ എന്ന് പറയുന്നത്. ക്യാപ്പിംഗ് റൂൾ നമ്മൾ ചെയ്യുന്നത്, ക്യാപ്പിംഗ് റൂൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സാധാ പോലെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് n+1 ക്ലോസോ നിഡോ അരാക്കിനോ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ പഠിക്കണം. മോളിക്യൂൾസ് കേട്ടോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിൽ തന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി എല്ലാത്തൊന്നും പഠിച്ചു വയ്ക്കണം, നമുക്ക് തന്നെ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക, OS7CO21 എന്ന് പറയുന്ന മോളിക്യൂൾ നമ്മൾ എക്സാമ്പിളായിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് TeC98 കിട്ടി, PEC 7 ഇലക്ട്രോൺ പെയർസ് കിട്ടി. അപ്പോൾ n=7 ആണ് ഇതിലുള്ളത്. അപ്പോൾ n=PEC പോലെ ആയല്ലോ. 7 ഇലക്ട്രോൺ പെയർ എന്ന് പറയുമ്പോൾ 14 ഇലക്ട്രോൺസ് വരും. അപ്പോൾ 7 ആയല്ലോ. 7നേക്കാളും മേലെയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇവിടെ 7 ആയ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? 6 അതായത് സാധാ പോലെ ക്ലോസോ സ്ട്രക്ചർ ആയിരിക്കും. അതിൽ ഒരു ആറ്റം മാത്രം എന്ത് സംഭവിക്കും? ഒരു ആറ്റം മാത്രം ഇതിനെ ക്യാപ്പഡായിട്ട് നിൽക്കുന്ന പോലെയാണ് അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക. നമുക്ക് n+1 എഴുതാൻ പറ്റില്ല, n ഓൾറെഡി 7 ആണ്. അപ്പോൾ ഇതിൽ n=7 ആയതുകൊണ്ട്, n=7 n<7 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ക്ലോസോ സ്ട്രക്ചറായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അതിൽ ഒരു ഇലക്ട്രോൺ മാത്രം ക്യാപ്പ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ക്യാപ്പിംഗ് റൂൾ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട്, ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ സാധാ പഠിക്കുന്ന എക്സാമ്പിളുകളല്ല, ഇത് n=PEC ആയിട്ട് വരുന്ന എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതൊരു എക്സെപ്ഷണൽ കേസ് പോലെ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാ മോളിക്യൂളും വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ക്യാപ്പിംഗ് റൂൾ അപ്ലൈ ചെയ്യുന്നത് കിട്ടില്ല. ഇങ്ങനത്തെ ഈ ഒരു എക്സാമ്പിൾ പഠിക്കേണ്ട വേണം. അങ്ങനെ നമ്മൾ ഈ PEC TEC ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഓരോ TEC ഇലക്ട്രോൺ കൗണ്ട് വെച്ച് നോക്കിയിട്ട് നമ്മൾ ക്ലോസോ നിഡോ അരാക്കിനോ എന്നൊക്കെ കണ്ടുപിടിച്ചു. ഇനി ഇതിൽ ഈ ക്ലോസോ നിഡോ അരാക്കിനോ എന്ന് പറഞ്ഞ സംഭവത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ അതിൻ്റെ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് ഈ മിങ്കോസ് റൂൾ ഇതിൻ്റെ എക്സ്റ്റൻഷൻ പോലെ പറയുന്നത്. അതായത് 86 TEC ആണെങ്കിൽ അത് ഒക്ടാഹെഡ്രലായിരിക്കും, 74 ആണെങ്കിൽ സ്ക്വയർ പിരമിഡിലായിരിക്കും, 62 ആണെങ്കിൽ ഒക്ടാഹെഡ്രലിൽ ബട്ടർഫ്ലൈ ആയിരിക്കും. അതിൽ ഒക്ടാഹെഡ്രലിൽ തന്നെ ബട്ടർഫ്ലൈ ഉണ്ട്. അതിപ്പോൾ ക്ലോസോ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ 74 എടുക്കുകയാണെങ്കിൽ ഒക്ടാഹെഡ്രലാണ്, പക്ഷേ ഇത് സ്ക്വയർ പിരമിഡിലാണ്. അങ്ങനെ കുറേ ഫിക്സഡ് ആയിട്ടുള്ള കുറേ
സ്ട്രക്ചർ ഉണ്ട്, നമ്മൾ സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ. അപ്പോൾ നിങ്ങളത് കാണാപ്പാടം പഠിക്കുന്ന വേണം. ഒരു മോളിക്യൂള് അതിൻ്റെ പോസിബിലിറ്റീസ് N1 ആണെങ്കിൽ 8 ഇലക്ട്രോൺ കൗണ്ട് ആണല്ലോ. അങ്ങനെ 3 ആകുമ്പോൾ 4 ആകുമ്പോൾ നമുക്ക് വേണ്ടത് 3 തൊട്ടിട്ടുള്ളതാണ്. അപ്പോൾ 3 ആണെങ്കിൽ 48 ആണ് ഇലക്ട്രോൺ കൗണ്ട് വരുന്നത് വെച്ചാൽ അതിൻ്റെ സ്ട്രക്ചർ ക്ലോസ്ഡ് ട്രയാങ്കിൾ ആയിരിക്കും. അതേസമയം 3 ആകുമ്പോൾ തന്നെ 50 ആണ് ഇലക്ട്രോൺ കൗണ്ട് വരുന്നത്, അതിൻ്റെ സ്ട്രക്ചർ ഓപ്പൺ ട്രയാങ്കിൾ ആയിരിക്കും. പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് എഡ്ജ് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ 4 ആണെങ്കിൽ 3 പോസിബിലിറ്റി ഉണ്ട്. 60 ആണെങ്കിൽ ടെട്രാഹെഡ്രൺ, 62 ആണെങ്കിൽ ബട്ടർഫ്ലൈ സ്ട്രക്ചർ, 64 ആണെങ്കിൽ സ്ക്വയർ പ്ലാനർ. അങ്ങനെ അതനുസരിച്ച് ഈ വെർട്ടെക്സിൻ്റെ എഡ്ജിൻ്റെ നമ്പറും മാറും. അങ്ങനെ 5, 6, 5 ആണെങ്കിൽ ട്രയാഗണൽ ബൈപിരമിഡിൽ, സ്ക്വയർ പിരമിഡിൽ, 6 ആണെങ്കിൽ ഒക്ടാഹെഡ്രൺ ട്രയാഗണൽ പ്രിസം. അതിൻ്റെ TEC കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഡിറ്റർമൈൻ ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഈ വെയ്റ്റ്സ് റൂളിൻ്റെ എക്സ്റ്റൻഷനായിട്ട് വെയ്റ്റ്സ്-മിങ്കോസ് ലോഹർ റൂളായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ക്ലോസോണിഡ് ആരാക്കിനെ വെച്ച് നിർത്തിയാൽ പോരാ, ഈ സ്ട്രക്ചറും കൂടെ നമുക്ക് കിട്ടുന്നത് വാല്യൂ അനുസരിച്ചിട്ട് നമ്മൾ പറയുന്നതാണ് ഏത് ക്ലസ്റ്റർ ബാലൻസ് ഇലക്ട്രോൺ വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ. അപ്പോൾ ഇതിൽ അതിൻ്റെ സ്ട്രക്ചറും കൂടെ ഉള്ള ഒരു ഫോട്ടോ ആണിത്. ക്ലോസ്ഡ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തൊരു ട്രയാങ്കിൾ പോലെ 3 എണ്ണം ക്ലോസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു ബട്ടർഫ്ലൈ സ്ട്രക്ചർ നമ്മളൊരു എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നിൻ്റെ എക്സാമ്പിളായിട്ടുള്ളതാണുള്ളത്. അപ്പം വെയ്റ്റ്സ്-മിങ്കോസ് റൂള് ലോഹർ റൂള് ചോദിച്ചു കഴിഞ്ഞാൽ വെയ്റ്റ്സ് റൂള് മാത്രമാണെങ്കിൽ നമ്മൾ എക്സാമ്പിൾ ചെയ്താൽ ഇങ്ങനെ ഫുൾ നെയിം ചോദിക്കും. നമുക്ക് ഫുൾ നെയിമാണ് സിലബസിലുള്ളത്. അപ്പോൾ ഫുൾ നെയിം ചോദിക്കുമ്പോൾ നമ്മൾ വെയ്റ്റ്സ് റൂള് നമ്മൾ പഠിച്ച സാധനങ്ങളൊക്കെ തന്നെ എഴുതണം. എക്സാമ്പിൾ വെച്ചിട്ട് ക്ലോസോണിഡ് ആരാക്കിനെ എഴുതണം. അതിനുശേഷം ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത, വെർട്ടെക്സിൻ്റെ പ്രത്യേകത, ഓരോ ഇലക്ട്രോൺ കൗണ്ട് അനുസരിച്ചിട്ട് സ്ട്രക്ചർ എങ്ങനെയാണ് മാറുക എന്നുള്ള കാര്യം, അതിൻ്റെ ഷേപ്പ്, അത്രയും കാര്യങ്ങളും കൂടെയാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട വരും ഇതിൻ്റെ സ്ട്രക്ചർ. അതായത് 6 വരെ ഉള്ളൂ, 1 തൊട്ട് 6 വരെ ഉള്ളൂ. അപ്പോൾ അത് ഏതൊക്കെ പോസിബിലിറ്റി ആണെന്നുള്ളത് പഠിക്കുക. ഇലക്ട്രോൺ കൗണ്ട് കൂടി വരുന്നതിനനുസരിച്ചിട്ട് N-ൻ്റെ നമ്പറും ഇലക്ട്രോൺ കൗണ്ടും കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ചിട്ട് മാറും.